ബാംഗ്ലൂർ ബെസ്റ്റ് മന്തി സ്പോട്ട് തപ്പി ഇറങ്ങിയേക്കുവാണ് ഞങ്ങൾ. ഗൂഗിളിൽ നോക്കിയിട്ട് ബെസ്റ്റ് റിവ്യൂ ഉള്ള ഏകദേശം ഒരു 4.1 എബോ ഉള്ള റെസ്റ്റോറൻറ്റുകൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പം പോകുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് കൗശിക്കും ഉണ്ട്. മാക്സിമം ക്വാർട്ടർ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് 3 സ്റ്റാൻഡേർഡാണ് നമ്മൾ വെച്ചത്. ഒന്ന് റൈസിൻ്റെ ക്വാളിറ്റി, ചിക്കൻ്റെ ടെൻഡർനെസ്, സ്പൈസിൻ്റെ മിക്സ്, പിന്നെ ഉള്ളത് നമ്മുടെ ഓവറോൾ എന്താണ് വാല്യൂ ഫോർ മണി ആണോ എന്ന് നമ്മൾ നോക്കും. അവിടെ നോക്കിയിട്ട് നമ്മൾ ടോട്ടൽ റേറ്റിംഗ് ഒരു 5 റേറ്റിംഗ് വെച്ച് കൊടുക്കും എല്ലാ മന്തി സ്പോട്ടുകൾക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ബാംഗ്ലൂർ RT നഗറുള്ള റാത്ത മന്തിയിലാണ് എത്തിയേക്കുന്നത്. ഗൂഗിളിൽ 4.4 റേറ്റിംഗ് ഉള്ള റാത്ത മന്തിയിലാണ് എത്തിയേക്കുന്നത്. കഴിച്ചു നോക്കാൻ മന്തി വന്നു ഗൈസ്. നമുക്ക് സൂപ്പുണ്ട്, മയണൈസ്, പിന്നെ റെഡ് ഗ്രേവി, ചിക്കൻ മന്തി. നോർമൽ അൽഫാം മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. നോർമൽ അൽഫാം മന്തി ഈ സെയിം മന്തി തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഓർഡർ ചെയ്യാൻ പോകുന്നത്. കഴിച്ചു നോക്കാം നമുക്ക്. സ്വല്പം മയണൈസ്, എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കുന്നില്ല. നല്ല റൈസാണ് കേട്ടോ, റൈസിൻ്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മയണൈസ് കുഴപ്പമില്ല. ചിക്കൻ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. ഓക്കെ, നമുക്കിവിടെ ഒരു സൂപ്പുണ്ട്. സൂപ്പും ഓക്കെയാണ്. ചിക്കൻ കൊള്ളാം. ചിക്കൻ നല്ല പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കൻ കറക്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. സ്പൈസും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. റാത്ത അൽ മന്തിയിൽ നിന്ന് നമ്മൾ മന്തി കഴിച്ചു. ഏകദേശം ഒരു റേറ്റിംഗ് കൊടുക്കുന്നത് റൈസിന് നമ്മളൊരു 3.5 കൊടുക്കാം. ചിക്കൻ്റെ ടെൻഡർനെസ് ഒരു 4.5, കാരണം ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. റൈസും ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ഓവറോള് സ്പൈസിൻ്റെ ബാലൻസ് നമുക്കൊരു 4 കൊടുക്കാം. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി. നമുക്കൊരു നമുക്ക് ടോട്ടൽ ഒരു 4 റേറ്റിംഗ്. അപ്പോൾ ആവറേജ് നമ്മൾ നോക്കുമ്പം ടോട്ടൽ റിവ്യൂ നമ്മുടെ റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5. ഓക്കെ, 4 ഔട്ട് ഓഫ് 5. പിന്നെ ഇതിൻ്റെ അകത്ത് റിവ്യൂവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണം, നമ്മളെല്ലാം കമ്പയർ ചെയ്യണമല്ലോ. ടോട്ടൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. Yes. Because the comparison is between 5 restaurants, right? This is the first general opinion about it. Yes. നമ്മുടെ ഫസ്റ്റ് റെസ്റ്റോറൻ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് മൊത്തം ഒന്ന് കവർ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഗൂഗിൾ റിവ്യൂവിൽ 4.4 ഉള്ള ലിറ്റിൽ ബാഗ്ദാദ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എത്തിയിട്ടുണ്ട്. എന്ന പോലെ തന്നെ ഒരു ലിറ്റിൽ റെസ്റ്റോറൻ്റാണ്. ഞാൻ ആ പുള്ളിക്കാരനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ക്വാർട്ടർ മന്തി മതി, ഞങ്ങൾക്ക് ഇന്ന് ടോട്ടൽ 5 റെസ്റ്റോറൻറ്റ് കവർ ചെയ്യണ്ടേ. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞിട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. കണ്ടിട്ട് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു, അവരാണ് നടത്തുന്നത്. നമ്മുടെ മന്തി എത്തി ഗൈസ്. കൊള്ളാം. ഒരു സൂപ്പുണ്ട്. സൂപ്പ് ഞാൻ കുടിച്ചു കേട്ടോ. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഫ്ലേവറുള്ളൊരു സൂപ്പാണ് നമുക്ക് കിട്ടിയത്. റൈസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പ്രസൻറ്റേഷനാണ്. കഴിച്ചു നോക്കാം നമുക്ക്. കുറച്ച് റൈസ് എടുക്കാം. ഒരു വലിയ പീസ് ചിക്കനാണ് കിട്ടിയേക്കുന്നത്. മയണൈസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമ്മുടെ ടൊമാറ്റോ ഉണ്ട്. ടൊമാറ്റോ, എക്സ്ക്യൂസ് മീ ബ്രോ, മയണൈസ്. സോ മയണൈസ് ഈസ് എക്സ്ട്രാ. ഇവിടെ മയണൈസ് എക്സ്ട്രാ ആണ്.
ഫ്ലേവർഫുൾ റൈറ്റ്. റൈസ് നല്ല അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ ടെൻഡർ അല്ല, നല്ല കട്ടിയുണ്ട്, കട്ടിയുള്ള ചിക്കനാണ്. കുറച്ച് ഉണങ്ങിപ്പോയ പോലെ ഇരിക്കുന്നത്. റൈസ് കൊള്ളാം, റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതവരുടെ മയണൈസ്. റൈസ് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ചിക്കനിൽ അവർ കോംപ്രമൈസ് ചെയ്തു. എന്താണെന്ന് അറിയത്തില്ല, ചിക്കൻ ഉണങ്ങിപ്പോയി. നമ്മൾ വേറെ ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ ഒരു അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും നമ്മൾ സെയിം തന്നെ കമ്പയർ ചെയ്യണ്ട, എല്ലാം ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ടാണ്. റൈസ് അടിപൊളിയായിട്ടുണ്ട്. നൈസ്. അങ്ങനെ നമ്മൾ ലിറ്റിൽ ബാഗ്ദാദിൽ നിന്ന് മന്തി കഴിച്ചു. പറയത്തക്കത്ര റേറ്റിംഗ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ റൈസ് ഒരു രക്ഷയില്ല. റൈസ് അടിപൊളി റൈസാണ്. അതുകൊണ്ട് നമുക്ക് റൈസിന് നമുക്ക് ടോപ്പ് 5-ൽ 5 തന്നെ കൊടുക്കാം. എന്താ പറയുന്നത്, ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് നമുക്കൊരു 2.5 കൊടുക്കാം. കാരണം നല്ല രീതിയിൽ ഉണങ്ങിപ്പോയിരുന്നു ചിക്കൻ. സ്പൈസിന് വലിയ ബാലൻസ് ആയിട്ടും തോന്നിയില്ല. അതുകൊണ്ട് നമുക്കൊരു ഔട്ട് ഓഫ് 5-ൽ 2.5 കൊടുക്കാം. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, 3.5. ഓക്കെ, കഴിക്കാം. നല്ല റൈസാണ്. നിങ്ങൾക്ക് നല്ല റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല റൈസ് ഓർഡർ ചെയ്തിട്ട് ചിക്കൻ വേറെ ഇതിൽ ഓർഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് വേറെ ചിക്കൻ ഒന്നും ഇവിടുന്ന് ട്രൈ ചെയ്തില്ല. നമ്മൾ നോർമൽ ഒരു അൽഫാം ചിക്കനാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തത്. ടോട്ടൽ നമ്മൾ നോക്കുമ്പം ആവറേജ് ഒരു 3.5 നമുക്ക് ലിറ്റിൽ ബാഗ്ദാദിന് കൊടുക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ഥലത്ത് വെച്ച് കാണാം. ബൈ. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അൽസാറ മന്ദിരാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഗൂഗിളിൽ ഒരു 4.2 റേറ്റിംഗ് ഉള്ള മന്തി സ്പോട്ടാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. ഒരു 7.9K സംതിങ് റിവ്യൂസ് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് മന്തി കഴിച്ച് നോക്കാം. ഇനി ആംബിയൻസ് ഒക്കെ കൊള്ളാം. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അവർ കുറേ റൈസ് തന്നായിരുന്നു. അപ്പം ഞങ്ങൾ പകുതി റിമൂവ് ചെയ്തിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അത്രയും വേസ്റ്റ് ആകുമല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ കിട്ടിയൊരു ചിക്കൻ്റെ പോർഷൻ ഇത്രയാണ്. ചിക്കൻ പോർഷൻ ക്വാർട്ടറിനുള്ളത് ഇവിടെ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകൾ കുറച്ചും കൂടി അധികം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചട്നി, പിന്നെ മയണൈസും കിട്ടിയിട്ടുണ്ട്, തിക്ക് മയണൈസ്. ഓക്കെ, കഴിച്ചു നോക്കാം നമുക്ക്. സ്പൂണൊക്കെ എടുത്തുകൊണ്ട് പോയവർ. കാണുമ്പോൾ തന്നെ റൈസ് നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. സവാള ഫോർ ഓണിയൻ. റൈസ് നല്ല കിടില റൈസാന്ന് തോന്നുന്നു കേട്ടോ. അതിലൂടെ മയണൈസ്, ചട്നി. കഴിച്ചു നോക്കട്ടെ. എൻ്റെ മോനെ പൊളി സംഭവം. 7.9K റിവ്യൂസ് ഉണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന്. 4.2 റേറ്റിംഗ് ഗൂഗിൾ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതെ, ആ ചിക്കൻ പീസ്. ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. ഗുഡ്. ചട്നി നമ്മുടെ മുളക് ചമ്മന്തി പോലെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്.
മയണൈസ്. നല്ല ആംബിയൻസ് ആണ്, ഫാമിലി ആയിട്ടൊക്കെ ആളുകൾക്ക് വന്ന് കഴിക്കാം. റിവ്യൂ ടൈം. അങ്ങനെ അൽസാറന്ന് മന്തി കഴിച്ചു. നമുക്ക് റൈസിന് നമുക്കൊരു 4 റേറ്റിംഗ് കൊടുക്കാം. റൈസ് ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഫ്രണ്ടിനും ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പീസാണ് കിട്ടിയത്, കുഞ്ഞു പീസ്. അത് ഒരാൾ ക്വാർട്ടറായിട്ട് വന്ന് കഴിക്കുന്ന ആൾക്ക് വേർത്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് കഴിച്ച ഷോപ്പുകളിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ചിക്കനായിരുന്നു, അത്യാവശ്യം ടെൻഡറായിരുന്നു ചിക്കൻ. അതുകൊണ്ട് നമുക്ക് ചിക്കന് സൈസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 3.8 നമുക്ക് കൊടുക്കാം. സ്പൈസ് ബാലൻസ് നമുക്കൊരു നല്ല ഫ്ലേവറുള്ള മന്തിയായിരുന്നു, നമുക്കൊരു 4 കൊടുക്കാം. വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 3.8 നമുക്ക് കൊടുക്കാം. 3. അങ്ങനെ ഓവറോൾ ഒരു 3.9 റേറ്റിംഗ് ആണ് നമ്മൾ ഈ അൽസാറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. ബൈ. അങ്ങനെ നമ്മുടെ 4ാമത്തെ റെസ്റ്റോറൻറ്റിൽ എത്തി. മടിവാളയിലുള്ള കാസിൽ മന്തി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ് എത്തിയിരിക്കുന്നത്. റിവ്യൂ നോക്കിയപ്പം ഏകദേശം ഒരു 4.3 റേറ്റിംഗ് റിവ്യൂ നമ്മുടെ കാസിൽ മന്തിക്കുണ്ട്. നോർമൽ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ. മന്തി എത്തി ഗൈസ്. നോക്കി എന്ത് വലിയ പീസാണെന്ന് നോക്കി. ഒരു 1/4 പീസാണെങ്കിലും ഉണ്ടല്ലോ 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കണ്ടില്ലേ നമുക്ക് സാലഡ് കിട്ടിയിട്ടുണ്ട്, മയണൈസ്, പിന്നെ ഇതൊന്ന് മറ്റേ സാധനം നമ്മുടെ ടൊമാറ്റോയുടെ ഫ്യൂറി, പിന്നെ ഒരു ടൊമാറ്റോയുടെ കെച്ചപ്പ്. വലിയൊരു പീസ് ചിക്കനാണ് കിട്ടിയേക്കുന്നത്. നമുക്കിത് ഹാഫ് ആക്കണം. ഗൈസ്, ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ സ്പീക്കറിൽ നിന്ന് നല്ല സൗണ്ടിൽ എന്താ പറയുന്നത് നമ്മുടെ മലയാള സോങ്ങൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ജയചന്ദ്രൻ്റെയും ചിത്രയുടെ ഒക്കെ നല്ല സോങ്, നല്ല ആംബിയൻസ് ആയിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിന് വോയിസ് ഓവർ ഇടുന്നത്. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ സെപ്പറേറ്റ് തന്നെ എല്ലാം എടുത്തു. മയണൈസും ആ ചട്നിയൊക്കെ സെപ്പറേറ്റായിട്ട് പ്ലേറ്റിലോട്ടിട്ട് ആദ്യം റൈസ് മാത്രം ഞാൻ കഴിച്ചു നോക്കി. നല്ല അടിപൊളി റൈസായിരുന്നു കേട്ടോ. അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റൈസാണ്, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്, എനിക്ക് റൈസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിക്കൻ്റെ കേസ് പറഞ്ഞാലും ചിക്കന് നല്ല ജ്യൂസി ചിക്കനായിരുന്നു. അഫോർഡബിളാണ് കേട്ടോ, അതാണ് മെയിൻ സംഭവം. നിങ്ങൾക്കറിയാലോ മടിവാളയിൽ എന്തായാലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കൊക്കെ വന്ന് കഴിക്കാം. അതായത് അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ. ഇത് 2 പേർക്ക് തന്നെ ഇത് കഴിക്കാൻ പറ്റും. അത്യാവശ്യം വലിയ പീസ് ചിക്കനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ഞാനിതിൻ്റെ റിവ്യൂ ഇടാം. ഓക്കെ. കാസിൽ റെസ്റ്റോറൻറ്റ് മടിവാള നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. റൈസ് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫ്ലേവറുള്ള നല്ല ക്വാളിറ്റി ഉള്ള റൈസ്. നമുക്ക് റൈസിന് 4 കൊടുക്കാം ഔട്ട് ഓഫ് 5. ചിക്കൻ നല്ല അടിപൊളി ജ്യൂസി ചിക്കൻ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കാം. ഔട്ട് ഓഫ് 5 സ്പൈസൊക്കെ നല്ല അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിരുന്നു, നല്ല ഫ്ലേവറുള്ള നല്ല മന്തി കേട്ടോ. ഔട്ട് ഓഫ് 5 നമുക്ക് 4 കൊടുക്കാം. വാല്യൂ ഫോർ മണിയാണ് കേട്ടോ, നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മന്തി കഴിക്കാം അവിടെ പോയിട്ട്. മടിവാളയാണല്ലോ, ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഉള്ളതാണ്, അവർക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ അവിടെ പോയി മന്തി കഴിക്കാം. നല്ല ക്വാളിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ, നല്ല ക്വാണ്ടിറ്റി ഉള്ള ചിക്കനല്ല. ടോട്ടൽ നമുക്ക് ഔട്ട് ഓഫ് 5 ഇതെല്ലാം കൂടി ആവറേജ് നോക്കുമ്പോൾ നമുക്കൊരു 4.5 റേറ്റിംഗ് നമുക്ക് കാസിൽ റെസ്റ്റോറൻറ്റിന് കൊടുക്കാം. നമ്മുടെ 5ാമത്തെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. ഇതാണ് അറേബ്യൻ പാലസ് റെസ്റ്റോറൻറ്റ്. സഞ്ജയ് നഗറുള്ള അറേബ്യൻ പാലസ് റെസ്റ്റോറൻറ്റ് ഗൂഗിൾ റിവ്യൂവിൽ ഏകദേശം ഒരു 4.5 റേറ്റിംഗ് ആണുള്ളത്. 1.8K സംതിങ് റിവ്യൂസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്തത്. നമുക്കിനി ഇവിടുന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഇപ്പം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, നോർമൽ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ഐറ്റം എത്തി ഗൈസ്. കൗശിക്കൊരു കാന്താരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുറച്ച് മയണൈസ് ഒഴിക്കട്ടെ. ടൊമാറ്റോ,
ഇവിടെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്, ഒരു ചില്ലി ഹണി ചട്നിയാണ്, നൈസാണ്. ഓക്കെ, കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. റൈസും മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ, ചിക്കൻ നല്ല ടെൻഡറായിട്ടുള്ള ചിക്കൻ, ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ, നൈസ്. കുറച്ച് ചിക്കനും റൈസും. റൈസ് അടിപൊളിയാണ് കേട്ടോ, റൈസ് നൈസാണ്, കറക്റ്റ് വേവും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല ഹോട്ടായിട്ട് തന്നെ സെർവും ചെയ്തിട്ടുണ്ട്. How was the mayonnaise? Mayonnaise was good. Along with that green chili one that I shared you, right? Yes. That is, chicken is too tender. It's good, properly cooked. Properly cooked ആണ് ചിക്കൻ. Ambience and cleanliness is also good. യെസ്, മെയിനായിട്ട് ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഫാമിലിക്കാണെങ്കിലും ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ റേറ്റിംഗ് ഞാൻ പറയാം. അങ്ങനെ അറേബ്യൻ പാലസിൽ നിന്ന് മന്തി കഴിച്ചു. എനിക്ക് ഓവറോൾ എല്ലാം അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നി. റൈസൊക്കെ നല്ല എന്താ പറയുക, നല്ല വെന്തിട്ട് കറക്റ്റ് ബാലൻസ് ആയിട്ടുള്ള റൈസ്. പിന്നെ ചിക്കൻ നല്ല അത്യാവശ്യം ജ്യൂസി ചിക്കൻ ആയിരുന്നു. റൈസിന് നമുക്ക് ഔട്ട് ഓഫ് 5 5 തന്നെ കൊടുക്കാം. പിന്നെ ചിക്കൻ അത്യാവശ്യം നല്ല ടെൻഡറായിരുന്നു കേട്ടോ, നല്ല ജ്യൂസി ചിക്കൻ ആയതുകൊണ്ട് നമുക്കൊരു ഔട്ട് ഓഫ് 5 നമുക്ക് ഒരു 4 കൊടുക്കാം. ഓക്കെ, റൈസ് ബാലൻസ് നമുക്ക് 4.8 കൊടുക്കാം. പിന്നെ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് വാല്യൂ ഫോർ മണിയാണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് 5 5 തന്നെ കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ആവറേജ് എടുക്കുമ്പോൾ 4.7. അങ്ങനെ ദ വിന്നർ ഓഫ് കോഴ്സ് ദ അറേബ്യൻ പാലസ്. വിലയേറിയ കമൻറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാംഗ്ലൂർ കഴിച്ചതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ട് തോന്നിയ റെസ്റ്റോറൻറ്റുകൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം പാർട്ട് 2 ആയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.